ഇങ്ങനെ മനസാക്ഷി ഇല്ലാത്തോളൊന്നും ഈ കുടുംബത്തിൽ വേണ്ട രോഹിത്തെ. ഇവള് ചാവുന്നത് തന്നെയാ നല്ലത്. എന്താ അച്ഛാ, എന്താ ഇവള് കാണിച്ചേ? അവളോട് തന്നെ ചോദിക്ക്, എന്താ ഇവള് കാണിച്ചതെന്ന്. സ്വന്തം ചേച്ചിയോട് കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു നോക്ക്. ശ്യാമേ, എന്താ ഇതൊക്കെ? നീ എന്ത് കുഴപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? പറഞ്ഞു കൊടുക്കണേ അങ്ങോട്ട്. ചേച്ചിയുടെ പ്രസവത്തിനായി കരുതി വെച്ച പണം നീ നിന്റെ സ്വന്തം ഇഷ്ടത്തിനായി ഒതുക്കി മാറ്റിവെച്ചു എന്ന് പറഞ്ഞു കൊടുക്കാൻ. നിന്റെ ഭർത്താവല്ലേ അവൻ. നിന്റെ മനസ്സിലിരിപ്പ് അവനും കൂടി അറിയട്ടെ. ശ്യാമേ, ഈ കേൾക്കുന്നതൊക്കെ ശരിയാണോ? എടി, നിന്റെ കൈ പണം ഉണ്ടായിട്ടാണോ അച്ഛൻ ഈ കണ്ട ഓട്ടോ ഒക്കെ ഓടിയത്? എടി, ചോദിച്ചായിട്ടില്ലേ പണം നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നോന്ന്? ഉണ്ടായിരുന്നു. എത്ര രൂപ? 1,00,000 രൂപ. അത് ആർക്ക് വേണ്ടി ആരുണ്ടാക്കി വെച്ച കാശാണെന്ന് കൂടി ചോദിക്കേ. എന്നാലേ കഥയെല്ലാം പൂർത്തിയാവും. അത് അമ്മയുടെ ചിട്ടിക്കാശ. അത് അമ്മ എനിക്ക് വേണ്ടി. എന്നിട്ട് ആ കള്ളങ്ങൾ തന്നെയാണ് പിന്നെ പറയുന്നത്. എന്തൊരു ജന്മടി നിന്റേത്. ശാരികയുടെ പ്രസവത്തിന് വേണ്ടി ശാരദ കണ്ടെത്തിയ പണം രോഹിച്ചത്. പണം കണ്ടപ്പം ഇവള് രക്തബന്ധം വരെ മറന്നു. തള്ളയും തന്തയും മറന്നു. ഇങ്ങനെ പോയാലേ കാശിന് വേണ്ടി അവള് നിന്നെ മറക്കും. നീ സൂക്ഷിച്ചോ. എന്റെ മകളാണെങ്കിലും പറയാ, ഇത്രയും ദുഷ്ട മനസ്സുള്ള ഒരു പെണ്ണിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. എന്തിനടി നിനക്ക് ഈ കാശ്? എന്ത് ചെയ്യാനാ? ഈ അച്ഛന്റെ പ്രാക്കൊക്കെ വാങ്ങി നീ ആ പണം കൊണ്ട് എന്ത് ചെയ്തിട്ട് എന്ത് പ്രയോജന നിനക്കുള്ളത്? ഹോസ്പിറ്റലിൽ ആ കാശ് അടയ്ക്കാൻ പറ്റാതെ വന്നപ്പോ നിന്റെ വള വരെ ഞാൻ വന്ന് ചോദിച്ചില്ലേ? അപ്പോ നീ എന്നെ നിന്റെ വല്യച്ഛൻ ചേർത്ത് അവിഹിതം പറഞ്ഞങ്ങോണ്ടാക്കി. നിന്റെ അച്ഛൻ പറഞ്ഞു തന്നെയാ ശരി. നിന്റെ മനസ്സേ ദുഷ്ട മനസ്സാ. ഒരാളോടും സ്നേഹവും കരുണയും ദയയും ഒന്നും ഉണ്ടാകില്ല. കാശിനോടുള്ള ആർത്തി മാത്രമാ നിനക്ക്. നീ ഒരു കാര്യം ഓർത്തോ, പണത്തിനേക്കാളും വലിയ കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. ആ നന്മ മറന്നുകൊണ്ട് ജീവിച്ചാലേ ഒരു കാലത്തും എന്റെ ശ്യാമയെ നിനക്ക് സ്വസ്ഥതയും സമാധാനവും ഒന്നും ഉണ്ടാവത്തില്ല. ജീവിതത്തിലേക്ക് തിരിച്ചു കയറാൻ നോക്കുന്ന ആ മാലഹ കുഞ്ഞിന്റെ കാര്യം പോലും നീ ഓർത്തില്ലല്ലോടി. നിനക്കിനി മാപ്പ് തരേണ്ടതേ അങ്ങ് മോളിരിക്കുന്ന സർവേശ്വരനാ. ഇവിടെ വന്ന് പണം ആവശ്യപ്പെട്ടപ്പോഴേ അവര് തമ്മിൽ അത്ര രസത്തിലല്ലാന്ന് എനിക്ക് മനസ്സിലായതാ. പരസ്പരം അധികം സംസാരിച്ചതുമില്ലല്ലോ. എന്തോ പണത്തിന്റെ ഇടപാടാ സത്യാമ്മേ. ഹോസ്പിറ്റലിൽ പണം അടിച്ച കാര്യത്തെക്കുറിച്ചുള്ള സംസാരമായിരുന്നു. എന്നാലും ശാലിനിക്ക് എന്നെ ഒന്ന് വിളിക്കായിരുന്നു. പറഞ്ഞു തീർക്കാവുന്ന വഴക്കാണെങ്കിൽ ഞാനത് രമ്യത പറഞ്ഞു വിട്ടേനെ. ഇത് അച്ഛനും മോളും അല്ലേ. അങ്ങനെ വഴക്കിട്ടിരുന്നിട്ട് എന്താ കാര്യം? സാറേ, എന്തോടെ ഇവിടെ എന്തോ ആര് വഴക്കുണ്ടാക്കിയ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നേ? രാഘവേട്ടൻ ഇത് എവിടെയായിരുന്നു? ശാലിനിയുടെ അച്ഛൻ ഗോപാലകൃഷ്ണൻ ഇവിടെ വന്നിട്ട് പോയ കാര്യമാ പിള്ള ഈ പറയുന്നത്. അല്ല, അയാള് പിന്നെയും കാശിന് വന്നായിരുന്ന? ഇപ്പൊ കാശിനല്ല വന്നത്, ശാലിനി കുഞ്ഞിന് കാശ് കൊടുക്കാനാ വന്നത്. ആ, അവരച്ഛനും മക്കളും അല്ലയോ? കാശ് കൊടുക്കുകയോ വാങ്ങിക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. അല്ല, വിഷ്ണു എന്തിയേ? അവനെ കണ്ടില്ലേ? ശാലിനി കുഞ്ഞ് വിഷ്ണു കുഞ്ഞിനെ എവിടെയോ പറഞ്ഞു വിട്ടിരിക്കുക. സാറ് ചോദിക്കുകയാണെങ്കിൽ വരാൻ വൈകുമെന്നും പറയാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? എനിക്കൊരു കുഴപ്പം വരുന്നൊക്കെ മേടിക്കണ്ടേ? ഞാൻ അവനോട് പറഞ്ഞതാന്നല്ലേ എനിക്കതെല്ലാം മേടിക്കാൻ പോണോന്നു. എന്റെ രാഘവേട്ട, അതാണോ കാര്യം? പിന്നെ കുഴമ്പും മരുന്നും ഒക്കെ വാങ്ങാൻ ദേ പിള്ളയും കൂട്ടി പോയാ പോരെ? അതെ, മാസത്തിലൊരിക്കലാ വിഷ്ണുവിനോടൊപ്പം ജീപ്പിൽ നിന്ന് പുറത്തോട്ടൊക്കെ പോകുന്നതേ. ഓ, ഇനി പിള്ളോടെ തിരുമോന്തയും കണ്ട് കടകളായ കടകൾ മുഴുവൻ കയറിയിറങ്ങുന്ന കാര്യം ആലോചിക്കുമ്പോഴാ. ആരുടെ കൂടെയാണെന്ന് വെച്ചാ പോയേച്ചു വാ, അല്ലാതെ ഞാനിപ്പോ എന്ത് പറയാനാ? എന്താണെന്ന് വെച്ചാ രാഘവേട്ടന്റെ സൗകര്യം പോലെ ചെയ്യേട്ടോ. ഞാൻ ഇനിയൊന്നും പറയുന്നില്ല. പൊന്നി വാ. അതെ, വിഷ്ണു കുഞ്ഞിന്റെ കാര്യം അറിയാലോ. തിരക്കായ പിന്നെ ആളെ കിട്ടില്ല. അപ്പോഴും കൂടെ നടക്കാനും പറയുന്ന കാര്യങ്ങൾ സാധിച്ചു തരാണ് ഈ പിള്ളയെ ഉണ്ടാവും. അത് സാറ് മറക്കരുത്. എടോ, അതൊന്നും ഞാൻ മറന്നിട്ടൊന്നുമില്ല. അവന്റെ കൂടെ നടക്കുമ്പോഴേ എവിടെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ വല്ലാത്തൊരു സന്തോഷമാ മനസ്സിന്.
എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എന്റെ മകൻ എപ്പോഴും എന്റെ കൂടെ ഉണ്ടെന്നുള്ള സുരക്ഷിതത്വമാ. അതെ, ഈ ആൺമക്കളുള്ള അച്ഛന്മാരുടെ ഒരു ബലമാണോ? അതൊന്നും പറഞ്ഞ് തനിക്ക് മനസ്സിലാക്കുന്നില്ല. പോ. അത് ശരിയാ. എനിക്ക് ദൈവം 2 പെമ്മക്കളെയാണല്ലോ തന്നത്. അവർക്ക് എന്നോട് സ്നേഹക്കുറവൊന്നുമില്ല. പക്ഷേ അവർക്ക് അവരുടെ ഭർത്താക്കന്മാരുടെ വാക്കുകൾക്കല്ലേ നമ്മളെക്കാൾ പ്രാധാന്യം കൊടുക്കാൻ പറ്റൂ. നമ്മൾ എന്ത് കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് അവരെ പഠിപ്പിക്കുകയും കല്യാണം കഴിപ്പിച്ച് അയക്കുകയും ചെയ്തത്. അതൊക്കെ ശരിയാണ്. പക്ഷേ അവർക്ക് ചെന്ന് കയറുന്ന വീടാ മുഖ്യം. എന്ത് പറയണമെങ്കിലും ഫോണിലൊന്ന് കിട്ടണ്ടേ? ശിവേട്ടന്റെ ഫോണിലേക്ക് കോളേ പോകുന്നില്ല. ഇനി അവൻ വരുമ്പോ വരട്ടെ, അല്ലാതെ ഞാൻ എന്ത് പറയാനാ? അവിടെ അച്ഛന്റെ കാര്യം എങ്ങനെയാ? മരുന്നും ഭക്ഷണമൊക്കെ സമയത്തിന് കഴിക്കോ? അല്ല, അമ്മ എടുത്ത് കൊടുക്കുമ്പോഴാ ഗുളികയുടെ കാര്യം പോലും അച്ഛൻ ഓർക്കുന്ന. ഞാൻ എന്ത് ചെയ്യാനാ? നീ കണ്ടതല്ലേ പരാക്രമം. ദേഷ്യം വന്നാ പിന്നെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നെന്ന് പറയാൻ പറ്റില്ല. നമ്മള് പറയുന്ന ഒന്ന് കേൾക്കാൻ പോലും മനസ്സ് കാണിച്ചില്ലല്ലോ. എന്തായാലും ഒരു ദിവസം ഞാനില്ലാത്തതിന്റെ കുറവൊന്നും മനസ്സിലാവട്ടെ, അല്ലാതെ ഞാൻ എന്ത് പറയാനാ? മോളെ, നീ ശിവനെ ഒന്നുകൂടി ഒന്ന് വിളിച്ച് കിട്ടുമോ നോക്ക്. ആ സാമിയെ മറ്റോ വിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ ചെയ്യാലോ.